അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ. അപ്പം നമ്മൾ രാവിലെ എണീച്ചു, ചായക്കൊക്കെ വെള്ളം വെച്ചു. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാനും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ലൈക്ക് ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും, ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ചായൻ്റെ വെള്ളമൊക്കെ ഇതാക്കണം, വെട്ടി തിളക്കണുണ്ട്. പഞ്ചാര ഇട്, ചായപ്പൊടി ഇട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വെള്ളം ഇതാക്കണ്, ചായൻ്റെ വെള്ളം തിളക്കണുണ്ട്. അപ്പം നമ്മൾ പഞ്ചാര ഇട്ടെടുത്തു. പിന്നെ നമ്മൾ ചായ പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊരു കുഞ്ഞ് സ്പൂണായതുകൊണ്ടാണ് കേട്ടോ കുറേ പഞ്ചാര ഇങ്ങനെ ഇടുന്നത്, എന്നാലും പഞ്ചാരയൊന്നുമില്ല. അപ്പോൾ നമ്മളെ പുതിയാപ്പിളക്കാക്കുണ്ടല്ലോ, കുറച്ച് ചായ മുക്കിയിട്ട് പിന്നെ നമ്മൾ കുറച്ചുകൂടി പഞ്ചാര ഇടും കേട്ടോ. ഇച്ച് പഞ്ചാര അല്ലാതെ കുടിച്ചാൽ കഞ്ചൂല. ഇനിയിപ്പോൾ എപ്പോഴാണ് ആവ ഷുഗറൊക്കെ വരിക, പറഞ്ഞിട്ട് കാര്യമല്ല. പഞ്ചാര അല്ലാതെ ചായ അടിച്ചാൽ കഞ്ചൂല മക്കളെ. അങ്ങനെ ഏതായാലും ചായക്കൊക്കെ ചായപ്പൊടിയും പഞ്ചാരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചായൻ്റെ വെള്ളമൊക്കെ ഒന്ന് മൂടി വെച്ചിരിക്കണം കേട്ടോ. ഇന്നിപ്പോൾ കടിയൊന്നും ഉണ്ടാക്കണില്ല. എന്നുണ്ടല്ലോ ഈ നേരം വെളുക്കുമ്പം നമ്മൾ അടുപ്പത്തു നിന്ന് ഇങ്ങനെ പൊരിയണ്, ചായക്കൊക്കെ കടിയൊക്കെ ഉണ്ടാക്കിക്കണ്ട്. ഇന്നേതായാലും നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നേതായാലും ചായക്ക് കടിയൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ മുറ്റടിച്ചു വരാൻ ഇറങ്ങിയിരിക്കണം കേട്ടോ. അപ്പം നമ്മളിങ്ങനെ മുറ്റടിച്ചു വരികയാണ്. അപ്പം നമ്മൾ കരുതും, ഞാൻ കരുതിന് ചായക്കൊന്നും കടി ഉണ്ടാക്കാത്തതുകൊണ്ട് ഇന്നത്തെ പണിയൊക്കെ വേഗം കജ്ജു. എവിടെ പണ്ടത്തെ ചങ്ങരം തെങ്ങുമ്പോൾ തന്നെ പറഞ്ഞ മാതിരി അത് അതേമാതിരി തന്നെ 12 മണിയാവും ആ അടുക്കളയിൽ നിന്നൊന്നും ഇങ്ങോട്ട് ഇറങ്ങിപ്പോരണമെങ്കിൽ. ഏതായാലും മുറ്റത്തില്ല പുല്ലൊക്കെ ഒന്ന് പറിച്ച് ഇട്ടിട്ട് ഞാൻ മുറ്റൊന്നിങ്ങനെ അടിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇതാക്കണം നമ്മളെ മുറ്റത്ത് ഒരു കറുത്തമരം ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഞാൻ കഴിയുമ്പോൾ പൂവുണ്ടായിക്കണമെന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. ചിലതുണ്ടാവില്ല, ചെറുതാകുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പൂവൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഇങ്ങനെ ഒരു തേക്കണം ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ കരുതിയ പൂവാണ്. പക്ഷേ പൂവൊന്നല്ല കേട്ടോ, അതിൻ്റെ ഇടയിലുണ്ടാണ് ആ തേക്കാണ് കേട്ടോ അത്. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് പിന്നെ നമ്മൾ ഇതാക്കണം മുറ്റടിച്ചോരി അങ്ങനെ കഴിഞ്ഞ് നമ്മളെ പച്ചക്കറി ഉണ്ടായിനല്ല, പച്ചക്കറി എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മളെ വെള്ളരിക്ക. അപ്പോൾ അതൊന്ന് വലിയതായിക്കണം. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും മൂക്കാൻ നിൽക്കണില്ല. അപ്പോൾ ഇന്നാണെങ്കിൽ ചാറക്കാൻ ഒരു സാധനം ഇല്ലേനും. അപ്പോൾ ഞാനെന്താട്ടി നമ്മൾ വെള്ളരിക്കൻ്റെ വിളവെടുപ്പും കൂടിയാണ് കേട്ടെന്ന്. ഏതായാലും നമ്മളെ തോട്ടത്തുനിന്ന്, നമ്മളെ അടുക്കള തോട്ടത്തുനിന്ന് ഒരു വെള്ളരിക്കും കിട്ടി. അപ്പോൾ അതാകണമെന്ന് പുറത്തുനിന്ന് പറഞ്ഞത് പൊറാട്ടിയാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിക്കണം പൊറാട്ട എന്നിട്ടിട്ടുണ്ടെയാളെ. അപ്പോൾ ഇന്ന് പൊറാട്ട തന്നെ ആയിക്കോട്ടെ. അപ്പം ഇന്ന് നമ്മളെ പുതിയാപ്പിളക്കാക്ക പണിക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ എന്നുണ്ടല്ലോ പണിക്കാണ്. അപ്പം എൻ്റെ പുതിയാപ്പിളക്കാക്ക് പണി വെച്ചാൽ ഫ്ലിപ്കാർട്ടിൽ ഡെലിവറിയാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ അതിൽ ഡെലിവറിയാണ്, സാധനങ്ങളൊക്കെ ഡെലിവറി ചെയ്യണ പണിയാണ് കേട്ടോ. അപ്പം മൂപ്പർക്ക് പണി ലീവൊന്നും ഉണ്ടാവില്ല, എന്നും പോകണം കേട്ടോ. അപ്പോൾ മൂപ്പര് ലീവ് എടുക്കണം, എന്നാൽ ലീവുള്ളൂ. നമ്മളെ ഗൾഫുകാർക്ക് വെള്ളിയാഴ്ച ലീവ്, നമ്മളെ നാട്ടിലുള്ളവർക്ക് ഞായറാഴ്ച ലീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ പുതിയാപ്പിളക്കാക്ക് ലീവൊന്നുമില്ല കേട്ടോ. നമ്മളെ പുതിയാപ്പിളക്കാക്ക് എന്നാ ലീവ് എടുക്കുന്നത് അന്ന് തന്നെയാണ് ലീവ് കേട്ടോ. അപ്പോൾ ഇന്ന് ഏതായാലും ലീവ് എടുത്തുക്കണേ. അപ്പോൾ അങ്ങനെ ഞാൻ പുതിയാപ്പിളക്കാക്ക് ഇതാക്കണം നമ്മളെ പൊറാട്ടയും ചായയൊക്കെ കൊടുത്തുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ചായയൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ കുടിച്ചാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു ഇരിക്കണം. അപ്പം ഞാൻ ഏതായാലും ചെറിയ കുഞ്ഞിപ്പാട്ടിയിൽ ഞാൻ ചായ പറഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ കുറച്ചുകൂടി പഞ്ചാരയൊക്കെ ഞാൻ ആ ചായയിലിട്ടിക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പഞ്ചാര അല്ലാതെ കുടിച്ചാൻ പറ്റില്ല. ഈ ഒരു പാട്ടിയിൽ ചായ കണക്ക ഒരാൾക്ക് കുടിച്ചാൻ കേട്ടോ. സനുവിനും തന്നെ ഇത് പാട്ടിയിൽ കുടിച്ചണം. അപ്പോൾ ഓനും തിരുപ്പതിയാവും, ഒളിച്ച് പാട്ടിയിൽ മതിയേറെ. പാൽ ചായ ആണെങ്കിൽ പറയും വേണ്ട. ഏതായാലും പൊറാട്ടിയൊക്കെ കുറേ ചാറൊക്കെ മുക്കി പറന്നിട്ട് പൊറാട്ടയും കൂട്ടി ചായയൊക്കെ കുടിച്ച് ഞാനിതാക്കണം. പാത്രമൊക്കെ ഒന്ന് മോറി എടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പാത്രങ്ങളൊക്കെ മോറി എടുക്കണം. അപ്പോൾ ഓരോ പണികളും പെട്ടെന്ന് കഴിച്ചാന്നൊക്കെ തോന്നും. പക്ഷേങ്കിൽ കജ്ജണ ഇതിലിട്ടാണ് എങ്ങനെയാണെന്നറിയില്ല. ചിലപ്പോൾ അവിടെ ഒന്ന് കുത്തിർന്നിട്ടും ഇവിടെ ഒന്ന് കുത്തിർന്നിട്ടും മൂത്തച്ചിൻ്റെ അടുത്തൊന്ന് പോകും, അവിടെ കുറച്ച് നേരം കുത്തിർക്കും. അങ്ങനെയൊക്കെയാണ് നേരം വെക്കുന്നതാണ് കേട്ടോ, പറഞ്ഞിട്ട് കാര്യമല്ല. ഏതായാലും ഞാൻ അതൊക്കെ കഴിഞ്ഞാൽ വേഗം അടുപ്പത്തെ വെണ്ണൂറൊക്കെ ഒന്ന് വാരി എടുക്കുന്നുണ്ട്. നമുക്ക് ചോറ്റിന് വെള്ളം വെക്കണം അതിന്. അപ്പം ഇന്ന് അടുപ്പത്ത് തിരിച്ചു കൂട്ടിയിട്ടില്ല കേട്ടോ അതിൽ. അപ്പം നമ്മളങ്ങനെ അടുപ്പിൽ ഓലക്കൊടിയും പിന്നെ നമ്മളെ മട്ടലൊക്കെ വെച്ചിക്കാണ്ട് തിജ്ജ് പിടിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ മട്ടൽ ആ തുമ്പ് ഭാഗമായതുകൊണ്ട് തന്നെ വേഗം തിജ്ജ് കത്തിപ്പിടിച്ചു കേട്ടോ. അങ്ങനെ ഏതായാലും ഓലക്കൊടിയും വിറകൊക്കെ വെച്ചു. അപ്പം ഇനി തിരിച്ചു കൂട്ടണം, ചോറ് വെക്കണം, കൂട്ടാൻ ഉണ്ടാക്കണം, ഒക്കെ പണിയുണ്ട്. അപ്പം ഇന്ന് നമുക്ക് നമ്മളെ വെള്ളരിക്കച്ചാറ് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഞാനിതാക്കണേ തിരിച്ചു പിടിപ്പിച്ചാണ്. നമ്മളെ തിരിച്ച് കജ്ജിമ്മക്ക് പേപ്പറിൻ്റെ തിരിച്ച് ഒന്നും കട്ട് ഇതായിട്ടോ, പെട്ടെന്നൊന്ന് ചൂടായി. അതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് വലിച്ചെടുത്തത് കജ്ജ്. അങ്ങനെ നമ്മളെ തിരിച്ചൊക്കെ ഇതാക്കണം നല്ല ഉസാറായിട്ട്. ആ നമ്മളെ തെങ്ങുംപട്ട ആയതുകൊണ്ട് തന്നെ അയമ്പണ്ടാണ് ഓലക്കൊടി ഉണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് കത്തി വരുമ്പം മേലക്ക് കത്തി വരും.
അപ്പോൾ പിന്നെ അതങ്ങനെ കേടും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ തിരിച്ചൊക്കെ നല്ല ഉഷാറായിട്ട് കത്തിയിക്കണേ. അപ്പം ഇനി നമുക്ക് ചോറ്റിനില്ല വെള്ളം വെച്ച് കൊടുക്കാം. അതവിടെ കടന്ന് തിളക്കട്ടെ. അപ്പോഴത്തേന് നമുക്ക് വേറെ പണിയെടുക്കാം. അങ്ങനെ ചോറ്റും ചെമ്പ് ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞാൽ ഇവിടെ അമ്മ അങ്ങനെ പറയട്ടോ, ചോറ്റിൻ്റെ ചെമ്പ് നമ്മൾ കൊടുക്കണ്ടല്ലോ, ചോറിന് വെള്ളം വെക്കണേ, വെള്ളം അറിയില്ല എന്ന് പറയണേക്കാ അങ്ങനെ കൊടുക്കണവർക്ക്. അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് നേരെയാക്കി വെച്ചു. പിന്നെ ഞാൻ തിരുമ്പാൻ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ആ ചോറിന് വെച്ച തണീനൊക്കെ ഒന്ന് ചൂടായി വന്ന് തക്കുമ്പോഴത്തേന് നമുക്ക് എന്താട്ടാ തിരുമ്പാന്ന് വിചാരിച്ചു കണ്ടാണ് നമ്മൾ തിരുമ്പാൻ ഇറങ്ങിയത്. അപ്പോൾ ഒന്ന് കുറച്ചുള്ളൂ കേട്ടോ, അതുകൊണ്ട് ഇന്ന് മെഷീനിലൊന്നും ഇടുന്നില്ല, കല്ലുമ്മ തിരുമ്പാൻ തന്നെ ഉള്ളൂ. അപ്പം ഇന്ന് ആ കല്ലുമ്മലാണ്ട് അടിച്ചാണ് തിരുമ്പാൻ. എന്നുണ്ടല്ലോ മെഷീനിൽ, എന്നുണ്ടല്ലോ പറഞ്ഞാൽ കുറേ തിരുമ്പാണ്ടാകുമ്പോൾ കേട്ടോ കല്ലുമ്മ തിരുമ്പോളും, അല്ലെങ്കിൽ മെഷീനിൽ തന്നെ ഇടല്. ചിലപ്പോൾ മടിയില്ലൊരു നേരമൊക്കെ ഉണ്ടാവുമല്ലോ തിരുമ്പാനൊക്കെ മടിയില്ല, ആ നേരത്തും തന്നെ നമ്മളൊന്ന് മെഷീനിലിട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ ഏതായാലും കല്ലുമ്മലൊക്കെ തിരുമ്പി എടുത്തുക്കണം കേട്ടോ. അപ്പം അങ്ങനെ തിരുമ്പലും ഇനി തുടക്കാനും കൂടി ഉണ്ട്. അപ്പോൾ തിരുമ്പലൊക്കെ കഴിഞ്ഞ് ചെന്നിട്ട് വേണം തുടക്കാൻ. അപ്പോൾ ഇതാക്കണേ നമ്മൾ കോളറൊക്കെ നല്ല കല്ലുമ്മലൊക്കെ ഇട്ടിട്ട് നല്ലോണം അരച്ച് തിരുമ്പലുണ്ട്. അങ്ങനെ ഇതാക്കണേ തിരുമ്പലൊക്കെ കഴിഞ്ഞിക്കണേ. അപ്പോൾ ഒന്ന് കുറച്ചുള്ളല്ലോ. പിന്നെ ഞാൻ തിരുമ്പിയതൊക്കെ ഒന്ന് വേഗം ഒന്ന് ഒലിമ്പി എടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഒലിമ്പിക്കാണ്ട് ഞാൻ ബക്കറ്റൊക്കൊന്നല്ല ഇടുന്നത്, ഞാൻ ഒലിമ്പിക്കാണ്ട് എന്താട്ടോ ആ പൈപ്പിൻ്റെ മേലെ കെട്ടാൻ തൂക്കിയിടും കേട്ടോ. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ചോർന്ന് പോയിട്ട് പിന്നെ ഞാൻ എടുത്ത് ബക്കറ്റിലിട്ടുകാണ്ട് ആണ് തോരടലാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കുക ഞാൻ ഒക്കെ ഒലിമ്പി വെച്ചിക്കണേ. അപ്പം ഇനി തോരടുന്ന വീഡിയോ ഒന്നും ഞാൻ എടുക്കണില്ല കേട്ടോ. അപ്പം അങ്ങനെ വെള്ളം വെച്ചത് ചിലതൊക്കെ വെള്ളം ഇതായിക്കണേ. അപ്പം ചിലപ്പോൾ ഈ ഉച്ചരിഞ്ഞൊരു മഴ വരുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഉണങ്ങാൻ കുറച്ച് പണിയേക്കാരം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാനിങ്ങനെ എടുത്തുകൊണ്ട് തന്നെയാണ് ബക്കറ്റിൽ ഇട്ടിട്ട് അവിടെ കൊണ്ടുപോയി തോരലാണ് കേട്ടോ. അപ്പോൾ ഉച്ചരിഞ്ഞിട്ടാകുമ്പോഴത്തേന് മഴ വരുമ്പോൾ ഉണങ്ങാൻ പണിയേക്കാരം. പിന്നെ തിരുമ്പലും തോരലും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് നമ്മളെ ചോറ്റിന് വെച്ച വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിക്കണേ. അപ്പോൾ ഞാൻ അതിക്ക് അരി ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ അതാക്കണേ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അതൊന്ന് കട്ട പൊടിച്ചു കേട്ടോ ചോറ് അത് എഴുതിയിട്ട് ഇളക്കി. പിന്നെ അത് നമുക്ക് കുറച്ച് ബത്തലാണ് കിട്ടിയിരിക്കണത്. ഈ ബത്തൽ നന്നാക്കണമെങ്കിൽ നല്ല പണിയാണ്. വെച്ചാൽ രസമാണ് പറഞ്ഞിട്ട് കാര്യമല്ല, മഴ ഒരുപാട് നേരം പണിയെടുക്കണം, അതാണ് ഇതിൻ്റെ കുഴപ്പം. ഏതായാലും മീൻ നന്നാക്കാൻ എളുപ്പമാട്ടോ. അതിൻ്റെ തലയും അതിനുള്ളത്തെ കാട്ടോട് കളഞ്ഞാൽ മതി, അതിന് ചെളുക്കുണ്ടാവില്ല. അതേമാതിരി വാല് മുറിച്ചിട്ടുണ്ടെങ്കിൽ കാര്യമല്ല. നമ്മളെ നത്തോലി നല്ല മീനാന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? നത്തോലി നല്ല മീനാണല്ല, നത്തോലി ചെറിയ മീനല്ല, വലിയ മീൻ തന്നെയാണ്. വലിപ്പം കുറച്ച് ചെറുതാണെങ്കിലും അതിൻ്റെ കുണങ്ങൾ വലിയതാണ്. അതാണ് ഇപ്പം ഉള്ളത്. ഏതായാലും നന്നാക്കാൻ നല്ല സുഖമാണ്, ഒരുപാട് പണിയാണ് എന്നുള്ളൂ. ചെറിയ ചെറിയ മീനല്ലേ. അപ്പം മക്കൾക്ക് ഏതായാലും പീര വറ്റിച്ചാൽ പറ്റില്ല. അപ്പോൾ ഞാൻ എന്താട്ടി മക്കൾക്കൊന്ന് കുറച്ചെടുത്തുകാണ്ട് പൊരിച്ചാന്ന് കരുതി മുളകും മഞ്ഞളും ഉപ്പും കുറച്ച് പെരിഞ്ചീരകം ഇട്ടുകാണ്ട് കുഴച്ച് വെച്ചതാണ്. പിന്നെ നമ്മൾ ചോറ് നോക്കുമ്പോൾ വെന്തുക്കണം കേട്ടോ. പിന്നെ ആ ചോറൊന്ന് മാങ്ങി വെച്ച് അത് ഊറ്റണം. പിന്നെ ഞാൻ ചോറ് ഊറ്റിയിടണം. ആ ചെമ്പട്ടി ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കണുണ്ട് കേട്ടോ. നമ്മൾ രസം പിടിയത്തെ അരി ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുന്നൊക്കെ പറഞ്ഞത് രസം പിടിയത്തെ അരി ആയതുകൊണ്ട് തന്നെ ചെമ്പട്ടി ഒന്ന് വെള്ളം വറ്റിച്ചിക്കാണ്ട് ചോറ് ഊറ്റിയിട്ടാൽ ചോറ് ഒരു കേടും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മൾ ഊറ്റിയിട്ടാണ് വെള്ളം വറ്റിച്ചോല്ലോ. അപ്പോൾ നമ്മളെ ചോറും അടിയൊക്കെ നല്ലോണം കയറും. അത് എഴുതിയിട്ടാണ് ഇങ്ങനെ അതിൻ്റെ അനുസരിച്ച് പറഞ്ഞെന്നാണ് ടച്ച്. അപ്പോൾ അതേമാതിരി തന്നെ ഇപ്പം ഞാൻ എന്നും ചെയ്യല് കേട്ടോ. അങ്ങനെ ചോറൊക്കെ ഊറ്റിയിടുന്നുണ്ട്. അപ്പോൾ തിരിച്ചൊക്കെ കത്തി. അപ്പോൾ ഞാൻ എന്താട്ടി മീൻ ഇതിമരാണ് പൊരിച്ചും ചെജ്ജാം. പിന്നെ നമ്മൾ പീരറ്റിച്ചിട്ടുണ്ടല്ലോ മീൻ, അത് ഗ്യാസുമ്മ വെക്കാമെന്ന് കരുതിട്ടോ. ഇനി അതിക്ക് തേങ്ങ പൊളിച്ചണം, അത് ഇഞ്ചിയും വെളുത്തുള്ളിയും തോല് ഒളിച്ചണം, പിന്നെ അത് ചതച്ചെടുക്കണം. അപ്പോൾ ഇതിനൊക്കെ നമ്മളെ തിരിച്ചൊക്കെ കെട്ടാറും. അത് എഴുതിക്കാണ്ട് ഞാൻ വേഗം എന്താട്ടി അതൊക്കെ ഒന്ന് ചതച്ചെടുക്കരുത്. അപ്പോൾ മാങ്ങയാണ് കേട്ടോ ഇട്ടുക്കണമെന്ന്. മാങ്ങയും കരിയേപ്പും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടുകാണ്ട് ഒന്ന് നല്ലോണം ഒന്ന് ചതച്ചെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ അതാക്കണേ ചതച്ചെടുത്തു. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടുകാണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ അതിലേക്ക് എത്ര മഞ്ഞപ്പൊടി ഇട്ടാലും കാണൂല. പിന്നെ ഞാൻ കുറച്ചുകൂടി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാഞ്ഞാൽ ഒരു സൈസ് ഒരു ഇളിച്ചാട്ടിക്കണ ചേലാണ് കേട്ടോ. അങ്ങനെ ഞാൻ മീൻ പീരക്കാല അതൊക്കെ അടുപ്പത്ത് വെച്ചു. ഗ്യാസ് മേലാട്ടുണ്ട് വെച്ചാൽ പെട്ടെന്ന് വേഗം ചെയ്യുമല്ലോ. പിന്നെ അത് വെന്ത് ആയപ്പോൾ ഞാൻ എന്താട്ടി കുറച്ച് കരിവേപ്പിൻ്റെലും വെളിച്ചെണ്ണയും ഒറ്റിച്ചു. അങ്ങനെ നമ്മൾ മീൻ പീരച്ചതും റെഡിയാക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ എന്താട്ടി നമ്മൾ അടുപ്പും വീതനൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ കേട്ടോ.
വീതനം തുടച്ചെടുക്കണം. അപ്പം മീൻ അടുപ്പത്ത് തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആ മീനൊന്ന് വാങ്ങി വെക്കണം. പിന്നെ ഇതാക്കണം നമ്മൾ അടുപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ അതിന്മേൽ ഒന്നൊന്ന് വെക്കണമൊന്നുമില്ല, അത് കഴിഞ്ഞല്ലോ. ഇന്നത്തെ പണി അടുപ്പം വല്ല പണി ഇന്ന് കഴിഞ്ഞിക്കണേ. അങ്ങനെ മീനൊക്കെ എല്ലാം പൊരിഞ്ഞ് വന്നിക്കണേ, അത് വാങ്ങി വെച്ചിക്കണേ കേട്ടോ. പിന്നെ നമ്മൾ എന്താട്ടി നമ്മളെ വെള്ളരിക്ക ഉണ്ടല്ലോ, ഒരു ചെറിയൊരു കഷ്ണം എടുത്ത് കണ്ട് ഞാൻ ചെത്തിയെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ കുറേ വെച്ചാൽ ആർക്കും മാണ്ടി വരില്ല. അപ്പോൾ ഞാൻ എന്താട്ടി ഒരു ചെറിയൊരു കഷ്ണം എടുത്ത് വെക്കണം. ഇനിയിപ്പോൾ നാളെയും ആണല്ലോ. അപ്പോൾ അത് എഴുതിക്കാണ്ട് അപ്പോൾ ഞാൻ നമ്മളെ കുടിയിലുണ്ടായ വെള്ളരിക്ക തന്നെയാണ്, വിഷം ഇല്ലാത്ത വെള്ളരിക്ക, വിഷമൊന്നും അടിച്ചാത്ത നല്ല സൂപ്പർ വെള്ളരിക്ക കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കേട്ടോ, ഈ വെള്ളരിക്കൊക്കെ തൂരെത്തുമ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാവുമല്ലോ ചോറ്, അത് ഞങ്ങൾ തിന്നും. അത് നല്ല രസമായിട്ട് കുറച്ച് കുരു ഒന്നും മൂത്തുക്കണം കേട്ടോ. മൂക്കാഞ്ഞാൽ നല്ല രസമാണ്. അതേമാതിരി ഇളയ വെള്ളരിക്ക ഉണ്ടല്ലോ, അതും തിന്നാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചെത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോഴല്ല നമ്മളെ എന്താ തറവാട്ടിലൊക്കെ ആകുമ്പോൾ ആയെന്നിങ്ങനെ പാടത്തൊക്കെ ഇങ്ങനെ വെള്ളരിക്ക ഇതൊക്കെ കുഴിച്ചിടും. എന്നിട്ട് അവിടെ പോയിട്ട് നമ്മൾ എന്താട്ടും ഇങ്ങനെ ചെറിയ വെള്ളരിക്കൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇങ്ങനെ കുറച്ച് തിന്നിട്ടോ. അത് നല്ല രസമാണ് തിന്നാൻ. അതേമാതിരി വെള്ളരിക്ക ചെത്തിയതും കഷ്ണം നോക്കിക്കാണ്ട് തിന്നാലും നല്ല രസമാണ് കേട്ടോ. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാനതൊക്കെ ഇങ്ങനെ തിന്നലുണ്ട്. അപ്പം അങ്ങനെ വെള്ളരിക്കൊക്കെ ചെത്തി കഷ്ണം നുറുക്കി. അപ്പോൾ അതിന് ഞാൻ വെള്ളരിക്കും പരിപ്പും വെക്കാമെന്നാട്ടോ വിചാരിച്ചിരുന്നത്. അപ്പോൾ നമ്മളെ പുതിയാപ്പിളക്കാക്ക എന്താട്ടിങ്ങനെ മാവേലിയിലൊന്ന് പോയി, ഇനി പരിപ്പുണ്ടോ നോക്കട്ടെ എഴുതിക്കാണ്ട് വന്ന് നോക്കുമ്പോൾ പരിപ്പൊന്നുമില്ല. ഈ ചെറുപയറും മമ്പയറും കടലയും മുതിരയും തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ മുളകും കിട്ടീന് കേട്ടോ. അതിലേതായാലും ഇനിയിപ്പം എത്തപ്പം കാട്ടിയത് നിന്നപ്പോഴാണ് നമ്മളെ അയലോക്കത്തു നിന്ന് നമ്മളെ താത്ത ഉണ്ട്. ആ താത്ത കുറച്ച് ചക്കക്കുരു വന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടി ചക്കക്കുരും വെള്ളരിക്കും ഒരു മാങ്ങയിട്ട് കാണ്ട് ചാറക്കാന്ന് വിചാരിച്ചു. ഇന്നിപ്പം അങ്ങനെ പോട്ടെ എഴുതിട്ടോ. അങ്ങനെ ഏതായാലും പരിപ്പ് കിട്ടിയില്ല. പരിപ്പ് കിട്ടുവോളം നിന്നിട്ടോ. പരിപ്പ് കിട്ടുമല്ലേ അറിയില്ലല്ലോ. ഇനിയിപ്പോൾ പീടിയിൽ നിന്ന് വാങ്ങും വേണ്ട എഴുതികാണ്ടാണ്. അപ്പോൾ മാവേലിയിൽ നിന്ന് കിട്ടുന്നില്ല ഒരു ഇതിലാണ് കാത്തുന്നത്, പക്ഷേ കിട്ടിയില്ല. അങ്ങനെ ചക്കക്കൂരൊക്കെ ഞാൻ തോലൊളിച്ചു. പിന്നെ ഒരു മാങ്ങ പോയി പറിച്ചു. അങ്ങനെ അതാ നമ്മൾ ചക്കക്കുരും മാങ്ങയും വെള്ളരിക്കയും ഒക്കെ ഇട്ടിട്ട് ചാറ് വെക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇത് രസമാണ് കേട്ടോ അങ്ങനത്തെ ചാറ്, വെള്ളരിക്കയും ചക്കക്കുരും ഇതൊക്കെ. അല്ലെങ്കിൽ വെള്ളരിക്കും ചക്കക്കുരും മാത്രം ഇടുക, അല്ലെങ്കിൽ മാങ്ങയും ചക്കക്കുരും വെക്കുക, മാങ്ങയും വെള്ളരിക്കയും വെക്കുക. അങ്ങനെ പലതും ഉണ്ട് കേട്ടോ വെള്ളരിക്ക വെച്ചിക്കാണ്ട്. പിന്നെ ഞാൻ കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്ത് അങ്ങനെ നമ്മൾ ചാറൊക്കെ നല്ലോണം ഉസാറായിട്ട് വെന്തിക്കണേ. പിന്നെ ഞാൻ കടുകറക്കാന്ന് കേട്ടോ. അങ്ങനെ ചട്ടിയൊക്കെ തീ വെച്ചു, കടുകർത്തു, കരിയപ്പെട്ടു. അപ്പം ഇന്ന് ഇതൊക്കെയാണ് നമുക്ക് ചോറ്റക്ക് കൂട്ടാൻ. അപ്പം ഇന്നത്തെ വീഡിയോ ലെങ്ത്ത് കൂടിയാന്നറിയില്ല, 13 മിനിറ്റ് ഉണ്ട്, 13 മിനിറ്റും ചില്ലറയുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കൂട്ടക്കാർ കുടുംബക്കാർക്കൊക്കെ അല്ലേ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, അതിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചാണ്. പിന്നെ ഇനി പുതിയ വീഡിയോ ആയിട്ടൊക്കെ വരാം. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും. വീഡിയോ ലെങ്ത്ത് കൂടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഏതേതും വെട്ടിക്കളയാൻ തോന്നാത്തതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വീഡിയോ ലെങ്ത്ത് കൂടിപ്പോയത്. അപ്പോൾ എല്ലാവരും ക്ഷമിച്ചാൽ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ.